ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ അവലും അതേപോലെ തന്നെ വീട്ടിലുള്ള എപ്പോഴും കാണുന്ന കുഞ്ഞു കുഞ്ഞു ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മളിപ്പോൾ കഴിക്കാൻ നേരത്ത് ഒരു ചെറു ചൂടോടുകൂടി ചൂട് ചായയുടെ അതേപോലെ തന്നെ സോസിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. നമുക്ക് പൊട്ടും തന്നെ സമയങ്ങളേത് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തേക്ക് 1 കപ്പ് അവലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് അവലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള വെള്ള അവലാട്ടോ എടുത്തിരിക്കുന്നത്. തീരെ കനം കുറഞ്ഞതല്ല. നമ്മുടെ അവൽ തന്നെ പലതരത്തിലുള്ള അവലുണ്ട്. തീരെ കനം കുറഞ്ഞ വെള്ള അവലുണ്ട്, കനം കൂടിയ വെള്ള അവലുണ്ട്, അതേപോലെ തന്നെ ചുമന്ന കളർ അവലാണെങ്കിലും കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും 1 കപ്പ് എടുക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ കട്ടിയുള്ള അവലായതിൻ്റെ പേര് തന്നെ ഒരു 5-10 മിനിറ്റെങ്കിലും ഒന്ന് കുതിർന്ന് വരാനായിട്ട് വേണ്ടി വരും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന നല്ല കട്ടിയുള്ള അവലായതിൻ്റെ പേര് തന്നെ ഒരു 10 മിനിറ്റെങ്കിലും അത് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ അവലിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വലിച്ചെടുത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അവൽ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാറായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അവലുണ്ടല്ലോ, അതിനകത്ത് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളം ശരിക്കും ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു തവണയായിട്ട് ചെയ്യേണ്ട, 2 തവണയായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാൻ നേരത്ത് ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാനത് അരയ്ക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാവും. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് തീരെ അങ്ങ് കുഴമ്പ് പരുവത്തിൽ അങ്ങനെയൊന്നും അരയ്ക്കണ്ട. ജസ്റ്റ് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒതുങ്ങി വരില്ലേ, ആ ഒരു പരുവത്തിൽ വന്നാൽ മതി. കണ്ടത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഒതുക്കി നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാത്തതിൻ്റെ പേരിലാണ് നന്നായിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇത് മതി. അപ്പോൾ 2 ബാച്ചായിട്ട് അരച്ചിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു ബൗളിലേക്ക് തന്നെ നമ്മുടെ ഈ മിക്സ് അങ്ങ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് മുഴുവൻ നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ടീസ്പൂണിലൊന്നുമല്ല, ടേബിൾ സ്പൂണിൽ തന്നെയാണ് 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സാധാരണ അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ വേണ്ടത് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടത് നല്ല എരിവിനായിട്ട് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സവാളയും ഇഞ്ചി പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നല്ല കട്ട തൈരാണ്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത ലൂസായിട്ടുള്ള തൈര് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തേണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സും ഇത്രയും ചേർത്തിരിക്കുന്ന സാധനങ്ങളും കൂടാതെ കുറച്ച് കറിവേപ്പില, മല്ലിയില, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന ഇത്രയും ചേരുവകൾ കൈവച്ച് തന്നെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മുടെ അവലും അരിപ്പൊടിയും തൈരും അതേപോലെ തന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെയും കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റാത്ത ആ ഒരു പരുവത്തിൽ കുറച്ച് കട്ടിയായിട്ട് വന്നു. അതിൻ്റെ പേരിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൈരാണെങ്കിലും ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം തൈരോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തൈരിൽ കുറച്ച് വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് നിങ്ങളതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം കയ്യിലിരിക്കുന്ന അരിപ്പൊടിയുടെയും അതേപോലെ തന്നെ അവലിൻ്റെ തിക്നെസ്സും ഒക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയാത്തത്. അങ്ങനെ എല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കുമ്പോൾ ഒട്ടും തന്നെ വിട്ടു പോരാത്ത ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വരാൻ പാകത്തിന് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്.
അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ എന്തെങ്കിലും ഒന്ന് പറ്റിയതിന് ശേഷം വേണം നമ്മൾ ഷേപ്പാക്കി എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഫ്രൈ ചെയ്തതിന് മുമ്പായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ ആക്കേണ്ടത് ആ ഷേപ്പിലാക്കി നമുക്കിതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടാതെ പെട്ടെന്ന് നമുക്കിങ്ങ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ മാവും ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കി വയ്ക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇതിനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം നേരത്തെ തന്നെ ഒരു പ്ലേറ്റിൽ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ ഓയിലിലേക്ക് ഇട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയത്തിൽ വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് വരികയും ചെയ്യും. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മീഡിയത്തിൽ തന്നെ ഗ്യാസ് എപ്പോഴും വെക്കുന്നത്. ഇപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണേ. കണ്ടു, ശരിക്കും കളറൊക്കെ ഒന്ന് മാറി ഒട്ടും തന്നെ കരിയാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 2 വശം അങ്ങ് റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് ഇങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ വെറുതെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സോസിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ചൂട് ചായ കൊണ്ടുണ്ടെങ്കിൽ അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കൂടെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ സൈഡിലെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സ്നാക്സൊക്കെ റെഡിയാക്കി കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. നമുക്കിതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.